പരിസ്ഥിതി ശാസ്ത്രജ്ഞനെന്നതിനപ്പുറം തികഞ്ഞ പ്രകൃതിസ്നേഹിയും സാമൂഹ്യ ശാസ്ത്രജ്ഞനും. മാധവ് ഗാഡ്ഗിലിന്റെ ജീവിതമത്രയും പരിസ്ഥിതിക്കും പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിനും വേണ്ടിയായിരുന്നു. പ്രകൃതിയെയും സമൂഹത്തെയും അദ്ദേഹം ഒരുപോലെ പരിഗണിച്ചു. പ്രകൃതി സംരക്ഷണത്തിൽ കർഷകരും ആദിവാസികളുമടക്കം ജനവിഭാഗങ്ങളുടെ പ്രസക്തി അദ്ദേഹം എല്ലായ്പ്പോഴും ഓർമ്മിച്ചു. 1942 മെയ് 24 പൂനെയിൽ ജനിച്ച മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ പൂനെ, മുംബൈ സർവകലാശാലകളിൽ നിന്നും ജീവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി. പഠനകാലത്ത് കായികരംഗത്ത് മികവ് പ്രകടിപ്പിച്ചിരുന്ന ഗാഡ്ഗിൽ ഹൈജമ്പ് വിഭാഗത്തിലും റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 1973 മുതൽ 2004 വരെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായി. ഇതിനിടെ അദ്ദേഹത്തിൻ്റെതായി പല പ്രഭാഷണങ്ങളും 6 പുസ്തകങ്ങളും പുറത്തുവന്നു. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. പശ്ചിമഘട്ട ജൈവ വൈവിധ്യ സമിതിയുടെ തലവനായിരുന്ന ഗാഡ്ഗിലിന് രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട്. സെന്റർ ഫോർ എക്കോളജിക്കൽ സയൻസസിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. ഗാന്ധിജിയുടെ അധികാര വികേന്ദ്രീകരണം, ഗ്രാമസ്വരാജ് എന്നീ ആശയങ്ങളും JC കുമരപ്പയുടെ സാമ്പത്തിക കാര്യ പരിപാടികളും മാധവ് ഗാഡ്ഗിലിന്റെ നിലപാടുകളെ സ്വാധീനിച്ചിരുന്നു. 1983 ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പരിസ്ഥിതി ശാസ്ത്ര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള പ്രത്യേക പഠനം നടത്തുന്നതിന് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. 1986 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേശക സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു. 1986 രാജ്യത്തെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയിൽ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. 1998 മുതൽ 2002 വരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഗോള പാരിസ്ഥിതിക ഉപദേശക സമിതിയുടെ ചെയർമാനായി അദ്ദേഹം നിയമിതനായി. 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ കീഴ്ത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠനം നടത്തി അദ്ദേഹം സമർപ്പിച്ച ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പശ്ചിമഘട്ടം നേരിടുന്ന വെല്ലുവിളികളും സംരക്ഷണത്തിനുള്ള നടപടികളും അക്കമിട്ട് നിരത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. 2018 പ്രളയത്തിനും 2024 ഉരുൾപൊട്ടലിനും പിന്നാലെ സാധാരണക്കാർ പോലും ഗാഡ്ഗിലിനെ വായിക്കാൻ തുടങ്ങി. പരിസ്ഥിതിലോല മേഖലകളിലെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങളും പാറഖനനവുമാണ് വലിയ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന നടപടികൾ ശരിയായി നടപ്പിലാക്കിയില്ലെങ്കിൽ വരും കാലമാകും അതിൻ്റെ പിഴയൊടുക്കേണ്ടി വരിക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്രയാകുന്നത്.